Hallelujah, hallelujah, hallelujah. Glory to God. Hallelujah. Praise to Jesus. Thank you, Lord. Thank you, Holy Spirit. Hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ച മറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ച. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, യേശുവിൻ്റെ രക്തത്താഴ്ച. ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം അപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, യേശുവേ, അങ്ങേക്ക് സ്തോത്രം, യേശുവേ, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവ ബഹുലമായൊരു ലോകത്തിലായിരുന്നു നിങ്ങളും ഞാനുമൊക്കെ. നമ്മെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവരിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനേകർ തീരാരോഗികളായി ഹോസ്പിറ്റലും മറ്റുമൊക്കെയായി അഭയം പ്രാപിച്ചു കൊണ്ടിരുന്ന സന്ദർഭം കൂടെയായിരുന്നു. മറ്റും പലരും അകാല മരണങ്ങൾക്കൊക്കെയും ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളും നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മെ ആയിരുന്ന സ്ഥാനത്ത് അവിടെ ഇവിടെയായി ഭദ്രമായി സൂക്ഷിച്ചു. നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്കിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പഴയ ഒരു മലയാള ഗാനത്തിൻ്റെ ചില അടികൾ നമുക്ക് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. യേശുവിൻ കാന്തയാം സഭയം തീർത്തിടും സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. യേശുവിൻ കാന്തയാം സഭയം തീർത്തിടും സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. ആ നല്ല നാളുകൾക്ക് ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനെ കാണുവാൻ മാർവിൽ ചാരുവാൻ, എൻ്റെ പ്രിയനെ കാണുവാൻ മാർവിൽ ചാരുവാൻ ആർത്തിയോടെ
ആർത്തിയോടെ എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. ആമേൻ. ആർത്തിയോടെ എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് കണ്ണിലടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ കർത്താവെ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടുകൂടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസവും വിടുതലുമായി മാറട്ടെ. കർത്താവെ, ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ. കർത്താവ് എല്ലാവരെയും അപ്പച്ചൻ അനുഗ്രഹിക്കണം. വരുവാനുള്ളവർക്കായി സ്തോത്രം. എത്രയും പെട്ടെന്ന് അവർ കടന്നു വരട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീർന്നു. ആത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തേനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്നത്തെ വചനത്തിനുണ്ടാവട്ടെ. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കണം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ. രക്തത്താൽ കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കും. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കും. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തർക്കുள் பிரியமானவர்களே, இன்றைக்கு தினம் ஒரு சந்தோஷத்துடன் நான் உங்களோடு கூட இருக்கிறேன். ஏனென்றால் என்னுடைய அருமைய சிஸ்டர் ரெஜினா அவர்கள் இருக்கிறதை நான் பார்க்கிறேன். ரொம்ப சந்தோஷம் சிஸ்டர், ரொம்ப ரொம்ப சந்தோஷம். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. கர்த்தருடைய வருகை சமீபமாய் நிற்கும் பொழுது கர்த்தருடைய பிள்ளையே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு என்பதை அறிந்து கொண்ட நாட்களாக கர்த்தருடைய வருகைக்காக நாம் ஆயத்தமாயிருப்போம். கர்த்தர் நல்லவர். இஸ்ரவேலின் தேவன் அவர் மகிமையுள்ளவராக இருக்கிறார். அவர் நம்மோடு கூட இருக்கிறார். எனக்குள் இருக்கிற தேவன் உங்களோடு கூட பேசுவார். பிரியமானவர்களே, நீங்க எந்த நோக்கத்தோடு கூட இந்த நேரத்தில் எங்களோடு கூட இணைந்து கொள்கிறீர்களோ கர்த்தர் உங்களோடு கூட பேசுவார். உங்களுடைய துக்கமெல்லாம் மாறும். சந்தோஷத்தோடு கர்த்தர் உங்களை வைத்துக் கொள்வார். கர்த்தர் உங்களோடு கூட பேசுவார். கர்த்தர் உங்களை ஆசீர்வதிப்பார். ஆருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് മെസ്സേജ് വേണ്ടി കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതികമായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിട്ടതിനാൽ ഞാൻ ചില യാത്രയിലും മറ്റുമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ലൈവ് ചെയ്യാൻ കഴിയാതെ പോയത്. എന്നാൽ ഇന്ന് ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദേഹിയായി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചുവല്ലോ. ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ ഇപ്പോൾ പലയിടങ്ങളിലും മഴയും മറ്റുമൊക്കെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും കടന്നു വരുന്നവരൊക്കെ വരട്ടെ. ശേഷവും നമ്മുടെ വചനം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ എനിക്ക് കാണുമ്പോൾ. ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ആലോചന നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. പല സന്ദർഭങ്ങൾ, പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതായത് നമ്മൾ വേദനയുടെയും അധൈര്യത്തിൻ്റെയും ഒക്കെ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ അവിടെയൊക്കെ കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ടാവും, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടാകും. അത് പലപ്പോഴും നാം ഉണരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യം. ഹല്ലേലൂയ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ നാളുകളായി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില സാഹചര്യങ്ങളിൽ തലകുനിയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. നമ്മൾ അറിയാത്ത കുറ്റത്തിന് നിന്ദിക്കപ്പെടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായി എന്ന് വരാം പ്രിയരെ. എന്നാൽ അവിടെയൊക്കെയും കർത്താവ് നമ്മളെ താങ്ങി നിർത്തുന്ന ചില സന്ദർഭങ്ങളും നമ്മുടെ മുൻപിലുണ്ട്, നമുക്ക് പറയുവാനായിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഏത് സാഹചര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കും നമ്മളെ ഉയർത്തുന്നത്, നമ്മളോട് കൂടെ ഇരിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ മാനിക്കുന്നത് എന്നത് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാൻ പോവുകയാണ്. നമുക്ക് അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനം 9-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളെ നമുക്കോട് വായിക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. സംഗീതം 9-ാമത് സംഗീതം 1-2 വചനങ്ങളെ ഞാൻ ഇങ്ങനെ വാസിച്ചിരിக்கிறேன். പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും, അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദാവീദിന്റെ മകൻ അബ്ശലോമിന്റെ മരണ അനന്തരമായി തന്റെ സിംഹാസനം സ്ഥിരപ്പെടുന്ന വേളയിൽ ദാവീദ് പാടുന്ന ഒരു പാട്ടാണ് ഈ സങ്കീർത്തനം എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല ദൈവമക്കളെ, ഗോലിയാത്തിനെ ഏലാ താഴ്വരയിൽ വെച്ച് ദാവീദ് കീഴ്പ്പെടുത്തി. പിന്നീട് താൻ കടന്നു വന്ന വഴികളും ജാതികൾ കീഴ്പ്പെട്ടതും മർത്യൻ പ്രബലൻ ആകാതെ വണ്ണം യഹൂദന് വേണ്ടി ദൈവം ചെയ്ത സഹായം ഓർക്കണമെന്നും, അതായത് ദൈവമക്കളെ ഇവിടെ ഈ സങ്കീർത്തനം വിശേഷിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, 9-ാം സങ്കീർത്തനത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സ്തുതി, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചൽ, അതുപോലെ തന്നെ പ്രാർത്ഥന എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കുന്നത്. സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് വ്യക്തമാക്കുന്നു. ഞാൻ നിന്നെ സ്തുതിക്കും. 9-ാം വാക്യത്തിൽ ദൈവം ഒരു അഭയസ്ഥാനം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവസാന വാക്യത്തിൽ ദൈവമേ മർത്യൻ പ്രബലനാകരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയുമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവ പൈതലെ, സത്യത്തിൽ തന്റെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഈ സങ്കീർത്തനം മാതൃകയാക്കേണ്ടുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തില്, അതായത് ക്രിസ്തീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള ആരാധന, ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള ആരാധന. 2, ദൈവത്തിലുള്ള വിശ്വാസം. 3-ാമതായിട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളെ ഒരു ദൈവ പൈതൽ ഫോളോ ചെയ്തെങ്കിലേ മതിയാകുകയുള്ളൂ. ദൈവത്തോടുള്ള ആരാധന. ഏത് സമയത്തും ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഇത് യഥാർത്ഥമായി ഏറ്റെടുക്കുവാൻ കഴിയും? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണോ? എന്ത് വേളയിലും ഏത് നേരത്തിലും ആണ്ടവരെ കർത്തരെ തുതിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? പ്രിയമാണവர்களே, இந்த നാളിലും കൂടെ നാം സറ്റ് യോസിച്ച് പാരുക. ഹല്ലേലൂയ. ദേവനെ തുതിയുங்கள், അവരെ തുതിയുங்கள். எந்த நேரத்திலும் எந்த வேளையிலும் அவரே துதியுங்கள், கர்த்தரை துதியுங்கள். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നാം അങ്ങനെ സ്തുതിക്കുമ്പോൾ നമ്മിൽ ഒരു വിശ്വാസം, അളവ് കിടന്ന ഒരു വിശ്വാസം നമ്മിലുണ്ടാകും. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ഏത് നേരത്ത്, അത് യാത്രയിലാകട്ടെ, ഉറക്കം വരുന്നത് വരെ ദൈവത്തെ സ്തുതിക്കണം.
ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം ഞാൻ ഇന്ന് എൻ്റെ ഗ്രൂപ്പിൽ ഞാനത് സാക്ഷ്യം പറയുകയുണ്ടായി. ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്നു, പ്രാർത്ഥിച്ചാണ് പഠിക്കും. സത്യം എന്ന് വെച്ചാൽ ഉറക്കം വരുന്നത് വരെ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം, ദൈവത്തോട് സംസാരിക്കണം. എത്ര പേര് ദൈവത്തോട് സംസാരിക്കും? ആരോടെങ്കിലും പ്രാർത്ഥന വിഷയം പറഞ്ഞ് കുത്തിയിരിക്കരുതേ. അതല്ല ഒരു ദൈവവൈദ്യന്റെ ദൈവമായിട്ടുള്ള ബന്ധം. നാം ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്? എത്ര പേർ ദൈവത്തോട് കാര്യങ്ങൾ പറയും? നമുക്ക് പറയുവാനുള്ള നമ്മുടെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഏത് കാര്യമായിരുന്നാലും തുറന്നു പറയുവാൻ എൻ്റെ അപ്പൻ്റെ അരികിലല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് പറയുവാൻ കഴിയുക? ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വേദനകളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രതികൂലങ്ങളും നാം തരണം ചെയ്ത് വന്നവരല്ലേ സഹോദരങ്ങളെ? ഏത് നേരവും വിളിച്ചു പറയുവാൻ പറ്റിയിടം എൻ്റെ അപ്പൻ്റെ അരികെ മാത്രമാണ്. കർത്താവിന്റെ അരികിലേ പറയാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമുള്ള ആരാധനയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. ഏത് നേരം അപ്പനോട് തന്നെ പറയുവാൻ തോന്നും, കർത്താവിനോട് ചോദിക്കുവാൻ തോന്നും. ഏത് കഷ്ടമായിരുന്നാലും ഏത് പ്രശ്നം നേരിട്ടാലും കർത്താവിനോട് പറയുവാനായിട്ട് നമുക്ക് തോന്നും. ആദ്യം കർത്താവിന്. ഹല്ലേലൂയ. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് നമ്മൾ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദൈവങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തോടുള്ള പ്രാർത്ഥന. അതാണ് ഞാൻ പറഞ്ഞത്. ആരാധന, വിശ്വാസം, പ്രാർത്ഥന, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസാന്നിധ്യത്തിൽ നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആരാധനയും വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളവൻ ശക്തനാണ്. ഏത് പ്രതികൂലങ്ങൾ ഈശാനമൂലൻ 4 സൈഡിൽ നിന്ന് ആഞ്ഞടിച്ചാലും ധാരണം ചെയ്യുവാൻ കഴിയും, നിവർന്ന് നിൽക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്നു, ഞാൻ അങ്ങയുടെ അത്ഭുതങ്ങൾ വർണ്ണിക്കും, ഞാൻ അങ്ങയുടെ അത്ഭുതങ്ങൾ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മുടെ ഏത് പ്രയാസ പ്രതികൂല മേഖലകളിലും കർത്താവിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് വിട്ടുതലുണ്ടാകും. നമ്മുടെ വിഷയങ്ങൾ അവിടെ കിടക്കട്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ അത് ഞാൻ ഏറ്റവും പുറയിലാണ്. എന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ, ഇടിവിൽ നിൽക്കുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. പലരും അങ്ങനെയല്ലല്ലോ. എന്നാൽ വീട്ടുകാര്യങ്ങൾ, അവരുടെ വിഷയങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് വെച്ചിട്ടേ പോകും. ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് വെക്കും. സഹോദരനെ, സഹോദരിയെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറണം. പ്രാർത്ഥന ജീവിതം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ അങ്ങയുടെ അത്ഭുതങ്ങൾ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയങ്ങളിൽ, ഇപ്പോഴില്ല, മുൻപൊക്കെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നേരം വെളുക്കുന്നവരെ ഇരുന്ന കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയാം. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് വന്നിരിക്കും. നൈറ്റ് ഡ്യൂട്ടിയിൽ അറ്റൻഡേഴ്സ് ആരും ഉറങ്ങാറില്ല. എല്ലാവരും വന്നിരിക്കും. ഞാനിങ്ങനെ ഒന്ന് മാറി ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഒറ്റ കുഞ്ഞുങ്ങളെ പോലും വിടത്തില്ല. നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പലരോടും ഞാൻ പറയും, ആത്മാക്കളെ നേടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, എല്ലാവരോടും സുവിശേഷം പറയണം. അത് ഹൈന്ദവനാകട്ടെ, മുസ്ലിം ആകട്ടെ, ആരായാലും നമുക്കെന്താ? നമ്മൾ 100 കാര്യം പറയുമ്പോൾ അവൻ ഒരു കാര്യമെങ്കിലും ഏറ്റെടുക്കും. ദൈവം അവന്റെ ഹൃദയത്തോട് ഇടപെടും. എത്ര പേർ കാമൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന മേഖലകളിൽ നാം എവിടൊക്കെ നമ്മൾ പോകുന്നു അവിടെയൊക്കെ നമ്മൾ ദൈവ പൈതലാണെന്ന് തന്നെ ഹല്ലേലൂയ തെളിയിക്കണം ദൈവങ്ങളെ. അങ്ങനെ ആ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ നാടുകൂടണമെന്ന് പറഞ്ഞ് പഴമക്കാർ പറയുന്ന പോലെ പോകരുത്. അതല്ല ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എമ്മതവും സമ്മതവും, നമ്മളിപ്പോൾ എന്താ, നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. ചിലർ പറയുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നല്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വസ്ത്രധാരണയാകട്ടെ, നമ്മുടെ സംസാര രീതികളാകട്ടെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളാകട്ടെ, എല്ലാം ദൈവ പൈതൽ എന്നത് വ്യക്തമായി തെളിയിച്ച് തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ എന്റെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കും.
പ്രിയ ദൈവജനമേ, എണ്ണമറ്റ അത്ഭുതങ്ങളാ ദൈവം ചെയ്തിരിക്കുന്നത്. 1, 2 അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞാൽ തീരാത്ത ദാനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുക. എത്ര പേർക്ക് ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പഴയ പാട്ടിന് ഒരു ലൈനൊന്ന് പാടി നമുക്ക് മുമ്പോട്ട് പോകാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് നേരത്തിലും നമ്മുടെ കർത്താവ് അനന്യനാണ്. ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു പഴയ ഗാനത്തിന്റെ ഒരു ലൈൻ പാടി നമുക്ക് 1-2 ലൈൻ പാടിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കഷ്ട നഷ്ട രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാം യേശു ആശ്വാസമേകും. കഷ്ട നഷ്ട രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാം യേശു ആശ്വാസമേകും. കഷ്ടത ഏറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടം ധൈര്യമായി നാഥൻ പാതയിൽ. എത്ര പേർക്ക് എന്നോട് ചേർത്ത് പാടുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കഷ്ടത ഏറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടം ധൈര്യമായി നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരാവി, അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി. മണിയേറ വാസം പൂകി ആനന്ദിച്ചിടാ, വാഞ്ചിക്കുന്നേ എന്റെയുള്ള ദിനം ദിനമാ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുവാനുദിനം ചിറകടിയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് അനന്യനാണ്. ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആകയാൽ ദാവീദിനെ പോലെ നമ്മൾ കർത്താവിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമർപ്പണമുണ്ട് കർത്തൃപാദപീഠത്തിങ്കൽ. ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് ഒന്ന് അടുത്ത് വരാൻ കഴിയുമോ? സമർപ്പണത്തോടുകൂടെ പ്രിയ ദൈവ പൈതലെ, ആത്മിക ഭൗതിക ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നന്മകൾക്കുമായി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമെന്ന്. ഹല്ലേലൂയ. അത്ഭുതകരമായി ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ വിടുവിച്ച വിധങ്ങളോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ആ ദൈവത്തിന്റെ ഹല്ലേലൂയ അരികിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് വർണ്ണിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് താണിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2-ാം വാക്യം പറയുന്നു, അത്യുന്നതനായുള്ളവേ അവിടുത്തെ നാമത്തെ ഞാൻ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആമേൻ. ഹല്ലേലൂയ. ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി നമ്മുടെ കർത്താവ് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച് ആമേൻ ഉന്നതങ്ങളിൽ വാഴുമ്പോൾ ഉയർന്നതും ഉന്നതവും ശാശ്വതവുമായ നാമത്തെ സ്തുതിപ്പാൻ നാം എല്ലാവരും ഹല്ലേലൂയ കടമപ്പെട്ടവരാണ്. ഏത് നിമിഷവും കർത്താവിനെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ നാം എല്ലാവരും ഒരുങ്ങണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമുക്കൊരു സമർപ്പണം നമുക്കുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. യേശു കർത്താവേ എന്ന് ഉറക്കെ നിലവിളിക്കണം. വിളിക്കണം, കർത്താവിനെ വിളിക്കണമെന്നേ. കഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സന്തോഷത്തിലും ദൈവത്തെ വിളിക്കണം. അപ്പാ എന്ന് വായത്തുറന്ന് വിളിക്കണം. നമ്മൾ എത്ര പേർ കർത്താവിനെ വിളിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. വിളിക്കാതെ ഇടത്തിൽ എങ്ങനെയാ വരുന്നത്? ആകയാൽ പ്രിയ ദൈവമക്കളെ, കർത്താവിനെ വായത്തുറന്ന് അതരം തുറന്ന് ദൈവത്തെ വിളിക്കണം. വിളിക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, രോഗസൗഖ്യം ഉണ്ടാകുന്നത്. യേശു എന്ന നാമം ധരിച്ച് അല്ലെങ്കിൽ ഉച്ചരിച്ച് തുടങ്ങുക, നിന്റെ ജീവിതം മാറും.
മാറും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ കടബാധ്യതകൾ മാറും കുഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ എന്നത് നിലവിളിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളിൽ ഒരു വലിയ വിടുതൽ കാണുവാൻ നിനക്ക് സാധിക്കും. അവന്റെ നാമത്തിന്റെ ശക്തി നിന്നെ ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു എന്ന ആ നാമത്തിന്റെ ശക്തി ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ ഉയർത്തി മാനിക്കും. നമ്മുടെ ലെവൽ മാറുമെന്നേ. ഒരു ദൈവവൈദ്യനെ കണ്ടാൽ മറ്റുള്ളവർക്ക് തോന്നും അതൊരു ദൈവദാസിയാണ്. ഹല്ലേലൂയ. അതൊരു ദൈവവൈദ്യല. നിങ്ങൾ ഏത് സഭയിലെ സിസ്റ്റർ? ചിലർ ചോദിക്കും, നിങ്ങൾ ഒന്നുമില്ല നമ്മളെ കണ്ടവരെ ചോദിക്കും, സിസ്റ്റർ പ്രൈസ് ദി ലോർഡ്, ഏത് സഭയിലാ സിസ്റ്റർ പോകുന്നത്? അതെന്തുകൊണ്ട് അങ്ങനെ നമ്മളെ കണ്ട തിരിച്ചറിയുന്നതാ? നമ്മൾ ദൈവദാസിയാ, നമ്മൾ ദൈവവൈദ്യലായതുകൊണ്ടാ. നമ്മളെ കണ്ടാൽ തിരിച്ചറിയണമെന്നേ. ഇപ്പോഴത്തെ ലോകത്തിന് ഹല്ലേലൂയ ദൈവവൈദ്യൽ ആരാ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തിനാ അത് കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഹല്ലേലൂയ. ദൈവമക്കളെ, ചില ദൈവദാസന്മാരുടെ ഭാര്യമാര് പോലും ജനൽ വെച്ച ബ്ലൗസും, അയ്യോ എന്തോ ഒരു മാറ്റങ്ങൾ അവരെ കൊണ്ടുണ്ടാകുന്നത്. തല നിറയെ പോവും, പൊട്ടും, ഇങ്ങനെയൊക്കെയാ ചിലർക്ക് പോകും. ചിലർക്ക് പോകുന്ന കണ്ടാൽ സഹിക്കത്തില്ല, മാറാൻ മനസ്സില്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കും, പ്രാർത്ഥിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദേവദാസി സ്റ്റേജിലോട്ട് കയറി നിന്നിട്ട്, എൻ്റെ മുന്നേ 1 മണിക്കൂർ പ്രാർത്ഥിക്കുക, തലേ തുണി പോലും ഇട്ടിട്ടില്ല. ഞാനത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ സങ്കടവും കരച്ചിലും കൂടെ വന്നു. എന്തിനാണെന്നേ? ലോകത്തെ പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ മുൻപിൽ ഒരു മാറ്റമില്ലാതെ ഈ വചനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നമുക്ക് മറ്റുള്ളവർക്ക് ഒരു വ്യത്യാസമുണ്ട്. നാം ദൈവ പൈതലാണെന്ന് തന്നെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയണം. അവന്റെ നാമത്തിന്റെ പ്രത്യേകത അതാ. അവന്റെ നാമം ഉച്ചരിക്കുന്ന നമുക്ക് പ്രൈസ് ദി ലോർഡ് നമ്മളിലൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ സിംഹാസനം ന്യായത്തിന്റെ സിംഹാസനം, അത് മറന്നു പോകരുത്. ആകാശവും ഭൂമിയും ചുരുൾ പോലെ ഒഴിഞ്ഞു പോകുമെന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മാറ്റമില്ലാത്ത സിംഹാസനം ഉയർത്തപ്പെട്ട് നിൽക്കുന്നു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അവന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം തുറന്നു, ജീവപുസ്തകം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവങ്ങളെ, ജീവപുസ്തകം. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ എഴുതപ്പെടാത്തവർക്ക് അങ്ങോട്ട് പ്രവേശനവും ഇല്ല കേട്ടോ. കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. എപ്പിടിയാകിലും வாழ்ந்துட்டா ஆண்டவராக இயேசு நமக்காக ஒரு இடத்தை ஆயத்தம் பண்ணி கொண்டிருக்கிறார். அங்க போக முடியாது. ஹல்லேலூயா. பிரைஸ் தி லார்ட். ஹல்லேலூயா. அவருடைய சித்தத்தின்படி நம்ம வாழ வேண்டும். அப்படியானால் மட்டும்தான் அவர் நமக்காக ஒரு இடத்தை ஆயத்தம் பண்ணி கொண்டிருக்கிறார். அவருடைய எக்கால சத்தம் கேட்கும் பொழுது ஹல்லேலூயா அவரோடு கூட நாமும் கடந்து செல்ல முடியும். இல்லை என்று சொன்னால் இங்கேயே தள்ளப்பட்டிடும், இங்கே கைவிடப்பட்டு போயிடும் என்பதை இந்த நாளில் நான் உங்களுக்கு சத்தியத்தை தெரிவிக்கிறேன். ஹல்லேலூயா. പ്രിയമുള്ളവരെ, വചനം വ്യക്തമാക്കുന്നു, മരിച്ചവർ ആബാല വൃത്തം അവന്റെ മുൻപാകെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയം സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സിംഹാസനം അത് നീതിയുടെ സിംഹാസനമാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നീ എന്റെ അഭയം. ഹല്ലേലൂയ. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയാ, ദൈവമേ നീ എന്റെ അഭയം. ഞാൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോൾ, ഞാൻ നിന്ദിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ആരും ആശ്രയം ഇല്ല എന്ന് ഞാൻ കരുതുമ്പോൾ, ദൈവമേ നീ എനിക്കൊരു അഭയമാ. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടെ ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കി പറയുവാൻ കഴിയും, അപ്പാ അങ്ങ് എനിക്ക് അഭയമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്തൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ അങ്ങ് എനിക്ക് അഭയമാ. എന്റെ സുഖകാലത്ത് കൂടെ നിന്നവർ. പ്രൈസിലോട് അനേകർ നമ്മൾ സന്തോഷമായി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, കൂട്ടുകാരുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ 5-10 പണവും കാശും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് കൂടി എന്നും ഫോണിൽ സംസാരിക്കും, എന്നും വിശേഷങ്ങൾ തിരക്കും. അയ്യോ ആന്റി എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്നങ്ങനെ നീട്ടി ചോദിക്കും. പക്ഷേ നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നുമില്ല എന്ന് തോന്നിയാൽ ആരും നമുക്ക് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് കൂടെ നമ്മളുടെ നളം വിസാരിക്കുക ഒരുവരും നമുക്ക് ഹല്ലേലൂയ ഇരിക്കാതെ പ്രിയമാണവர்களே. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലമുള്ള കാലത്ത് ചേർന്ന് നടന്നവർ,
എന്നിൽ നിന്നും അകന്നുപോയി. അവിടെ നിന്നും എന്നെ കൈവിടാതെ കൂരിൽ താഴ്വരയിലും അഗ്നിച്ചൂളയിലും അങ്ങനെക്ക് അഭയമായി. യാഹേ, ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, യാഹേ, ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? പ്രിയ ദൈവ പൈതലേ, ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം എനിക്ക് അഭയമോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് അഭയമോ, എന്റെ ഭർത്താവിന് അഭയമോ, എന്റെ കുടുംബത്തിന് എന്റെ കർത്താവ് അഭയമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും എന്റെ കർത്താവും തമ്മിലൊരു ബന്ധമുണ്ടെന്നേ. ഹല്ലേലൂയ. എത്ര പ്രതികൂലം കടന്നു വന്നാലും, എത്ര പ്രതികൂല മേഖലകൾ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നാലും ഞാൻ ചഞ്ചലപ്പെടത്തില്ല, ഞാൻ അധൈര്യപ്പെടത്തില്ല. കാരണം എന്റെ ദൈവം എനിക്ക് അഭയസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഷ്ടതയുടെ കണ്ണുനീരിന്റെ നടുവിലും ഞാൻ സ്തുതിക്കുന്നു. അതിന് എനിക്ക് എന്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി പറയുവാൻ കഴിയും? അതിന് എന്റെ യേശു എനിക്കൊരു അഭയസ്ഥാനമാണ്, എന്റെ കർത്താവ് എനിക്കൊരു അഭയസ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ദൈവമക്കളോട് കരം പിടിച്ചു കൊടുത്ത ഒന്ന് കൈകുലുക്കി പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവ് എനിക്കൊരു അഭയസ്ഥാനമാണ്. ഹല്ലേലൂയ. അപ്പേ പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന അപ്പച്ചനെ നോക്കി ഒന്ന് പറ, അപ്പച്ചാ, എന്റെ ദൈവം എനിക്കൊരു അഭയസ്ഥാനമാ. കുഞ്ഞേ, മോളെ, നമ്മുടെ കർത്താവ് നമുക്ക് അഭയസ്ഥാനമാ. ഹല്ലേലൂയ. സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചാർച്ചക്കാർ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ എല്ലാം നമ്മളെ കൈവിട്ട് സ്ഥാനത്തും നമ്മളെ കൈവിടാതെ ചേർത്തണയ്ക്കുന്ന ഒരു സ്നേഹം, അത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം മാത്രമാണ്. ദൈവം നമുക്കൊരു അഭയസ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, നമ്മളെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏത് സമയത്തും അവനെ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പറയുന്നു, യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ നേരിടുന്ന കഷ്ടം നോക്കണമേ എന്നാണ് വചന സങ്കീർത്തനക്കാരൻ പറയുന്നു. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിച്ച്, പക്ഷേ ഞാൻ വീണ്ടും കഷ്ടത്തിലാണ്. ഹല്ലേലൂയ. ഒരു കാലത്ത് വിടുതൽ നൽകി, രോഗസൗഖ്യം നൽകി, അനുഗ്രഹങ്ങൾ, നന്മകൾ നൽകി. എന്നാൽ ഇപ്പോഴും അതേ പ്രശ്നങ്ങൾ ഹല്ലേലൂയ അലട്ടുകയാണെന്ന് പറയുന്ന പലരെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ കഷ്ടത? എന്റെ പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, എന്നെ പകയ്ക്കുന്നവരാ നേരിടുന്ന കഷ്ടത. വചനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഒരു കഷ്ടതയുടെ പിൻപിൽ ഹല്ലേലൂയ ദൈവിക പദ്ധതി ഉണ്ടായിരിക്കും. നിന്റെ കഷ്ടതയുടെ പിൻപിൽ ഒരു ദൈവിക പ്ലാൻ ഉണ്ടായിരിക്കും. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതൊരു കഷ്ടത എന്നതൊരു വലിയ പ്രോസസ്സാണ്. ആ കഷ്ടതയെ താണ്ടി വേണം നിനക്ക് ജയം കൈവരിക്കുവാനായിട്ട്. ആകയാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, കഷ്ടതകൾ വരുമ്പോൾ, ചെറിയ ചെറിയ ശോധനകൾ വരുമ്പോൾ അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത്. കഷ്ടതകൾ ഹല്ലേലൂയ നിന്നെ പണിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ പണിയുവാനാണ് നിനക്ക് കഷ്ടത ദൈവം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക പദ്ധതിക്കകത്ത്, ദൈവിക പണിപ്പുരയ്ക്കകത്ത് നീ പണിയപ്പെടുകയാണ് കുഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നിന്നെ പണിയുകയാണ്. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 119 ഇങ്ങനെ പറയുന്നു, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായി. ചില ഹല്ലേലൂയ എന്താണെന്നറിയാമോ? ചില ചട്ടങ്ങൾ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത്, അല്ലെങ്കിൽ കഷ്ടതകൾ കണ്ടിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തെ പുറത്ത്, ദൈവത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുറിവേൽപ്പിച്ച് പോകരുത്. സഹോദരനെ, സഹോദരിയെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. എങ്കിലും കഷ്ടങ്ങളെ ദൈവം ജയിക്കുവാനുള്ള കൃപ നമുക്ക് തരും. കഷ്ടങ്ങളെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ പറഞ്ഞാട്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ വലിയ കഷ്ടതയിൽ ആയി. ദൈവത്തെ തള്ളി പറവാനല്ല, ഹല്ലേലൂയ, ദൈവത്തോട് വെറുക്കുവാനല്ല, ദൈവവചനത്തെ വിട്ടുകളയുവാനല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ ഇവിടെ അയൽവാസികളോട് പോയിരുന്ന് പറയരുത്, ഓ ദൈവം എന്റെ മാത്രം പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന്. മറ്റുള്ളവരോട് പോയി പറയരുത്, ഇതൊക്കെ വൃത്തികേടാ. ഒരു ദൈവ പൈതനെ പറ്റിയതല്ല ഇതൊന്നും.
ദൈവത്തിന്റെ വചനം പഠിപ്പാനാണ് കഷ്ടതയിൽ ആക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുഴങ്കാൽ പടിയിടണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ എങ്ങാതൊരു പക്കം ഉட்கார்ந்து ஜெபம் பண்ணுங்க. ஹல்லேலூய ஹல்லேலூய. கண்கள் குள்ளமாக வேண்டும். நீ ஜெபித்து 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 உன் கண்கள் என்ன செய்யணும்? குள்ளமாக வேண்டும் என்றுதான் ஹல்லேலூயா அதை நினைக்க வேண்டும். பிரைஸ் தி லார்ட். நாம ஜெபிக்கிற பொழுது கண்ணில் இருந்து தண்ணீர் வரணும் பிரியமானவர்களே. தண்ணீர் வரலன்னா அது என்ன ஜெபம்? ஹல்லேலூயா. அன்படினாலே கண்ணீரை கண்டால் தேவன் அங்கிருந்து தாண்டி போக மாட்டார். அல்ல அங்கே நின்று அல்ல மகனே மகளே உனக்கு என்ன வேண்டும், எதுக்காக நீ அழற என்று சொல்லி கேட்கிறார் தேவன். கேட்டு உனக்கு பதிலை கொடுத்து கடந்து செல்கிறார். அன்படினாலே இந்த நாளிலும் கூட கண்ணீரோடு செபித்தீர்களா, நிச்சயமாகவே உன்னுடைய கண்ணீருக்கு விடுதல் உண்டு, பதில் உண்டு. தேவன் உன்னோடு கூட பேசுவார். பிரைஸ் தி லார்ட். ஹல்லேலூயா. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നിന്റെ ബലഹീനത നിന്നെ ഇരുത്തി കളയുവാനുള്ളതല്ല എന്നത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത സകല നന്മകളെയും ഓർത്ത് ദൈവത്തെ നാം എന്ത് ചെയ്യണം? സ്തുതിക്കണം. ദൈവത്തെ നമ്മൾ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രിയ ദൈവ പൈതലെ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത് എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ചില കഷ്ടങ്ങൾ നാം തന്നെ വരുത്തി വെക്കുന്നതാണ്. ചില കഷ്ടങ്ങൾ എന്താണെന്ന് എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ നാം തന്നെ അത് വരുത്തി വെക്കുന്നതാ, വേറെ എങ്ങും വെളിയിൽ നിന്ന് വരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് എന്ന് പറഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ എന്റെ പോഷത്തെ ഹേതുവായി എന്റെ വൃണങ്ങൾ ചീഞ്ഞു നാറും എന്നാണ് വചനം പറയുന്നത്. എന്താണത്? ചില അബദ്ധങ്ങൾ, ചില എടുത്തുചാട്ടങ്ങൾ, ചില ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ചില നിർബന്ധ ബുദ്ധികൾ, തെറ്റായ ചില വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ, ഇതൊക്കെ എവിടെ കൊണ്ടെത്തിക്കുന്നറിയാമോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? ഹല്ലേലൂയ. അത് ചില കഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കും. ആകയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പൈതല് ഉറച്ച തീരുമാനമെടുക്കണം. എടുത്തിയാടരുത്, അബദ്ധത്തിൽ പോയി ചാടരുത്. അതിന് മുൻപായി നമ്മുടെ കൽപ്പണിയിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവെ എന്താ ഞാൻ ചെയ്യേണ്ടുന്നത്? എത്ര പേർക്ക് അങ്ങനെ ചോദിക്കുവാൻ കഴിയും? അപ്പാ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? വചനം എടുത്ത് വായിക്കണം. കർത്താവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. ഞാൻ എന്ത് ചെയ്യണം അപ്പാ എന്ന് ചോദിക്കണം. കർത്താവ് നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി തരിക തന്നെ ചെയ്യും. കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഈ കഷ്ടത്തിന് ഉത്തരവാദി മറ്റാരുമല്ല, നാം തന്നെയാണ്. നമ്മളിലൂടെ ചില പിഴവുകളാണ് എന്ന് ഇന്ന് പകൽക്കാലം അതൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് മറുപടി തരും. ദൈവം നമ്മളോട് സംസാരിക്കും. ദാവീദ് പറയുന്നു, എന്നെ പകയ്ക്കുന്നവരാൽ നേരിടുന്ന കഷ്ടം. ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവരാൽ നേരിടുന്ന കഷ്ടം. ചില ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്നും അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം ജോസഫിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവ പൈതലെ, ആ ജോസഫിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ആ ജോസഫിന്റെ പിതാവ് അപ്പൻ ഒരു ഉടുപ്പ് തനിക്ക് തുന്നിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സഹോദരന്മാർ, അതിനാൽ എന്തെന്നറിയാമോ? ജോസഫിനെ പകയ്ക്കുകയാണ് ചെയ്തത്. ജോസഫ് കണ്ട ചില ദർശനങ്ങൾ മുഖാന്തരമായിട്ട് സഹോദരങ്ങൾ തന്നെ പകയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അധികമായി പകയ്ക്കപ്പെട്ടു. ജോസഫ് ആഹാരവുമായി കടന്നു വരുമ്പോൾ താൻ കൊണ്ടുവന്ന ആഹാരമൊക്കെ അവർ വാങ്ങിച്ചു, അവർ ഭക്ഷിച്ചു. എന്നിട്ടോ എൻ്റെ പ്രിയരെ, തന്റെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ഒരനുഭവം. പ്രൈസ് ദി ലോർഡ്. തന്നെ അവിടെ നിന്നും വിറ്റ് പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് താൻ ആകുന്നത് കാണുവാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, അവിടെ നിന്നും താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാരാഗൃഹത്തിൽ നിന്നും ദൈവം ഉയർത്തി മാനിക്കുന്ന ജോസഫിനെ കാണുവാൻ കഴിയുന്നു. മിസ്രൈമിന്റെ ശ്രേഷ്ഠ പ്രധാനമന്ത്രി പദത്തിലേക്ക് താൻ എത്തിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ജോസഫിനെ ഉയർത്തി മാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, ചിന്തിച്ചു കിടണമേ. ജോസഫ് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കഷ്ടതയുടെ പിൻപിൽ എന്നെ പകച്ച സഹോദരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഷ്ടതയുടെ പിൻപിൽ എന്നെ, ഹല്ലേലൂയ, എന്നെ മുറിവേൽപ്പിച്ച ചില സഹോദരങ്ങളുണ്ട്. ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. സ്വന്തം സഹോദരനെ പകച്ച്, നിന്ദിച്ച്, അപമാനിച്ച്, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി ജീവിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരച്ചിലോടെ അവന്റെ സന്നിധിയിലേക്ക് നിനക്ക് അടുത്ത് വരുവാൻ കഴിയുമോ? നിനക്ക് ഇന്ന് വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ അറിയാത്ത നിലകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുവാൻ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഏലാ താഴ്വരയിൽ അപ്പൻ കൊടുത്തുവിട്ട പാൽക്കട്ടയും അപ്പവും മലരും എടുത്ത് കടന്നു വന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്റെ ജനത്തിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിനും എതിരെ ഉയരുന്ന വെല്ലുവിളികളുടെ നടുവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദാവീദിനെ ഇങ്ങനെയാണ്. ചില വെല്ലുവിളികൾ ദാവീദിനെ നേരിടുകയാണ്. യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ തന്നെ വാഴ്ത്തിപ്പാടുന്ന സ്തുതി വാചകങ്ങൾ കേട്ട ഹല്ലേലൂയ ശൗൽ എന്തെന്നറിയാമോ? ദൈവമക്കളെ, അന്ന് മുതൽ ദാവീദിനെ പകയ്ക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പകയ്ക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണുകടി എന്ന് പറയാം. പകയായി മാറി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ കണ്ടിട്ട് കണ്ണുകടിയായി ചിലർ ആരംഭിച്ച് അത് പകയായി മാറിയ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളുക. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. പകയ്ക്കുന്നവരാൽ നേരിടുന്ന കഷ്ടങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവം ആ കഷ്ടങ്ങളെ മാറ്റിത്തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, ചില കഷ്ടങ്ങൾ നമ്മളെ വരുത്തി വെക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറ്റങ്ങൾ കൊണ്ട്, നമ്മളുടെ ചില പ്രയാസങ്ങൾ കൊണ്ട് നേരിടുന്ന ചില കഷ്ടങ്ങളാണ്. നമുക്കറിയാം പ്രിയ ദൈവങ്ങളെ, മോർദെഖായിയുടെയും ഹാമാന്റെയും ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. മോർദെഖായി യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രാർത്ഥനാ മനുഷ്യനാ, പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തിയാ മോർദെഖായി. എന്നാൽ ഹാമാനോ, ഹല്ലേലൂയ, രാജാവിനോട് കൂടി ഏത് സമയം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഹാമാൻ വരുന്ന സമയത്ത് മോർദെഖായി അതേ പ്രിയരെ അരമനയുടെ വാസൽപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഈ ഹാമാൻ നോക്കിയപ്പോൾ എന്താ നടന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാമാൻ നോക്കിയപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്ന മോർദെഖായിയെ സല്യൂട്ട് അടിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പക്ഷേ അവിടെ തുടങ്ങി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മോർദെഖായിക്ക് ഉണ്ടായ പക ആരോടാണ്? മോർദെഖായിക്കല്ല, ഹാമാനുണ്ടായ പക. ഹാമാന് മോർദെഖായിയോടുള്ള പക അത് വലിയൊരു പകയായി മാറി. താൻ എന്ത് ചെയ്തറിയാമോ? ഒരു വലിയ കഴുമരമുണ്ടാക്കി. എന്നാൽ നോക്കണം ദൈവമക്കളെ, ആ കഴുമരത്തെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും മോർദെഖായി ഇതിലെ കെട്ടി തൂക്കാം എന്നൊക്കെ താൻ വിചാരിച്ചു. പക്ഷേ ഹല്ലേലൂയ, എന്താണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന? ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇവിടെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ ഹാമാന് മോർദെഖായിയോട് വെറുപ്പ, ഭയങ്കര പകയുണ്ടായി. എങ്ങനെയെങ്കിലും മോർദെഖായിയെ വകവരുത്തുവാൻ പ്രൈസ് ദി ലോർഡ് ശ്രമിച്ചു. ഹല്ലേലൂയ. ഏതെല്ലാം തരത്തിൽ, ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഇവിടെ മോർദെഖായിയെ വകവരുത്തിയാൽ മതിയെന്ന് മാത്രമാണ് ഹാമാൻ നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം മോർദെഖായിയുടെ കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാമാൻ കഴുമരമുണ്ടാക്കി മോർദെഖായിയെ തൂക്കിക്കൊല്ലുവാൻ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ മോർദെഖായിയെ ദൈവം ഉയർത്തി മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ അതാ ഹാമാനെ തന്നെ തൂക്കി കൊല്ലുവാൻ ഹല്ലേലൂയ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ,
പൈതലേ, നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. മൊർദെഖായിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തലകുനിയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അധൈര്യപ്പെടേണ്ട ആവശ്യമല്ല. ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല ബന്ധനങ്ങൾക്കും മനുഷ്യനെ പറയുവാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ദൈവസന്നിധി നിലവിളിച്ചവരുടെ ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തം ഏതെങ്കിലും പാപത്തെ പോക്കൂ എന്നാണോ ദൈവ പൈതലെ പറഞ്ഞിരിക്കുന്നത്? അല്ല, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് പകൽക്കാലമായി യേശുവിന്റെ രക്തത്താല് നമ്മളെ കഴുകപ്പെടട്ടെ, നമ്മളെ മുദ്രയിടപ്പെടട്ടെ. എത്ര പേർക്ക് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നു മരണവാസങ്ങൾ എന്നും, ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് എലീഹു പറയുന്നത് കഷ്ടതയുടെ പാശം എന്നുമാണ്. ദൈവമക്കളെ, കഷ്ടത കൊണ്ട് ഇരുന്നു പോയ ജീവിതമേ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കഷ്ടതയുടെ പാശങ്ങൾ അഴിയുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്കൊരു അഭയസ്ഥാനമാണ്. ഏത് കഷ്ടങ്ങൾ വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ശിംശോന്റെ ചരിത്രം പഠിക്കുന്ന നമുക്കറിയാം. ഹല്ലേലൂയ. ശിംശോൻ ഏതാൻ പാറയിൽ ഇരിക്കുമ്പോൾ തന്റെ മിത്രങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി തീയിലിട്ടത് നീയാണോ എന്നാണ് ചോദിച്ചത്. എന്നാൽ അതേ, എന്തിനാ ഈ പണിക്ക് പോയേ? ഇനി ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കത്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ. ശിംശോൻ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊല്ലരുത്, പിടിച്ച് കെട്ടിക്കൂ, പക്ഷെ എന്നെ കൊല്ലരുത്. ശിംശോനെ പിടിച്ച് കെട്ടി. നമുക്കറിയാം, ലേഹിയിലേക്ക് ശിംശോനെ അവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രിയരെ, ശിംശോനെ നിന്നെ അടിമുടി കെട്ടിയത് ആരായെന്ന് ശിംശോനോട് ചോദിച്ചാൽ ശിംശോൻ ഒറ്റ വാക്ക് പറയും, കുടുംബക്കാർ, നാട്ടുകാർ ചേർന്ന് കെട്ടിയതാ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലരെയൊക്കെ വിശ്വസിച്ചു പോയി, പക്ഷേ അവരായിരിക്കും നമുക്ക് വേണ്ടി നമ്മളെ പകയ്ക്കുന്നതിൽ നമ്പർ 1 ആയി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഇടം നമ്മുടെ കർത്താവ് മാത്രമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ ആ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്ക് മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. മനുഷ്യന്റെ കരങ്ങൾ നമ്മളെ മുറിവേൽപ്പിക്കുന്നതാ. കുഞ്ഞേ, മനുഷ്യന്റെ കരങ്ങൾ നമ്മളെ മുറിവേൽപ്പിക്കുന്നതാ. എന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മുടെ കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം മാത്രം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന് വേണ്ടി ഹല്ലേലൂയ ഇത് പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ശിംശോന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മേൽ കെട്ടിയ സകല കെട്ടുകളും അഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവ പൈതലേ, അവൻ ശിംശോൻ ഒന്ന് പ്രാർത്ഥിച്ച അവസാനമായി ഹല്ലേലൂയ, ശിംശോന് പഴയ അഭിഷേകം ശിംശോനിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ശിംശോന്റെ മേൽ അഭിഷേകം ഇറങ്ങി വന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മെ ഹല്ലേലൂയ പൈശാചികമാകുന്ന ഏത് പോരാട്ടം നമ്മിൽ ഉണ്ടായാലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സകല ബന്ധനങ്ങളും അഴിയപ്പെടുന്ന ഒരു ദിവസമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, പത്രോസിനോട് ചോദിച്ചാൽ ആമേൻ, പത്രോസ് ഒരു കാര്യം പറയും. പത്രോസിനോട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് പത്രോസ് ബന്ധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ പത്രോസ് ഒരു ഒറ്റ കാര്യം പറയും, എൻ്റെ മേൽ നിയോഗം, ആമേൻ, സുവിശേഷത്തിന്റെ ദൗത്യം എനിക്ക് ഹല്ലേലൂയ ഒരു വിളി എൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പത്രോസിന് പറയുവാൻ കഴിയും. കർത്താവിന്റെ നാമനിമിത്തം ബന്ധിക്കപ്പെട്ടാൽ ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരും. കുഞ്ഞെ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നീ അപമാനപ്പെട്ടോ, നീ നിന്ദിക്കപ്പെട്ടോ നിന്നാൽ ഹല്ലേലൂയ, നീ ഒന്നുകൊണ്ട് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ ദൂതന്മാരെ നിന്റെ അരികിലേക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഞാൻ തമിഴ്നാടിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. തമിഴ്നാട്ടിൽ പല ഇടങ്ങളിലും നമ്മൾ കേരളത്തെ
പോലെ അല്ല പ്രിയരെ. സുവിശേഷവുമായി കടന്നു ചെല്ലുവാൻ പബ്ലിക്കായിട്ട് നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. പല ഇടങ്ങളിലും പല എതിർപ്പുകളാണ് ദാസന്മാർക്കുള്ളത്. വചനം നമ്മൾ കേരളത്തിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പരസ്യ ശുശ്രൂഷകളോ വചനം പിടിച്ചുകൊണ്ട് പോകാനോ ഒന്നും കഴിയത്തില്ല. പല ഇടങ്ങളിൽ നിങ്ങൾക്കറിയാം, ദാസന്മാരുടെ മേൽ ചാണകം കലക്കി ഒഴിക്കുകയും മഞ്ഞൾ വെള്ളം കലക്കി ഒഴിക്കുകയും ഒക്കെ ചെയ്ത് ദൈവമക്കളെ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു ദേശമാണ് തമിഴ്നാട്. എന്നാൽ നമ്മുടെ ദേശമോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള നല്ല അവസരങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ യേശുവിന്റെ നാമനിമിത്തം എവിടെ നമ്മൾ അപമാനിക്കപ്പെട്ടാലും എവിടെ നമ്മൾ നിന്ദിക്കപ്പെട്ടാലും ഒന്നുകൊണ്ട് അധൈര്യപ്പെടേണ്ട. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും, നമ്മുടെ അരികിലേക്ക് അയക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമനിമിത്തം ബന്ധിക്കപ്പെട്ടാൽ ഹല്ലേലൂയ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി കർത്താവ് ദൂതനെ അയക്കും. ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, യോഹന്നാനെ പത്മോസിൽ നിന്നും മടക്കി കൊണ്ടുവന്നതുപോലെ, കുഞ്ഞേ നിനക്ക് വേണ്ടി ഭൂമിയെ കുലുക്കുന്ന ചങ്ങലയഴിക്കുന്ന കാരാഗ്രഹം തുറക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവ പൈതലേ, അഭിഷേകത്തിന്റെ കൃപയുടെ സന്ദർശനം നിന്നെ നടത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഉലക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർ കാഹളത്തിന് ശബ്ദം കേൾക്കും എന്നുള്ള പ്രത്യാശയുണ്ട്? ദൈവ പൈതലേ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ സന്തോഷവും സുഖവും എല്ലാം കൈവിട്ട് പോയിടും കുഞ്ഞേ. ഹല്ലേലൂയ. നിത്യമായ ഒരിടത്തെ, ഒരു വാസസ്ഥലത്തെ എന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർ ആമേൻ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകണ്ടേ? അതോ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചില്ല എങ്കിൽ കുഞ്ഞേ ഇവിടെ തന്നെ കിടക്കാം, ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാം, ഇവിടെ നമുക്ക് മാളിക പിന്നെയും വീടും അതും ഇതും ഒക്കെ വാങ്ങിച്ചും പിറക്കി നമുക്ക് ഇവിടെ തന്നെ കഴിയാം. പക്ഷേ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധവാൻകൾ അവരോട് കൂടെ കടന്നു ചെല്ലും. മറ്റവர்கள் இந்த பூமியிலே தள்ளப்பட்டு போயிடும் என்பதை இந்த நாளில் நான் ஹல்லேலூயா உங்களுக்கு அறிவிக்கிறேன். ஆனபடினாலே பரிசுத்தத்தோடு கூட தேவனுடைய ஹல்லேலூயா ராஜ்யத்துக்கென்று அவருடைய வருகைக்காக நாம் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஏனென்றால் ஹல்லேலூயா கர்த்தருடைய வருகை சமீபமாய் இருக்கிறது. ஹல்லேலூயா. எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? அவருடைய எக்கால சத்தம் ஹல்லேலூயா எந்த வேளையிலும் எந்த நேரத்திலும் உண்டு பிரியமானவர்களே. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ രക്തം, വീണ്ടെടുപ്പിന്റെ രക്തം, ആ പുണ്യകാര രക്തം എന്നെ നടത്തുമെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ വില. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം പ്രിയരെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ നമ്മുടെ മെത്തേഡെ നമ്മൾ മാറ്റണം. യേശുവിന്റെ രക്തത്തിന് ഹല്ലേലൂയ വിലയുണ്ട്. ആ യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ തന്നെ പ്രിയ ദൈവമക്കളെ വിടുതൽ നിശ്ചയമാ. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മളോട് സംസാരിക്കുമെന്നേ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സകല നാമത്തിനും മേലായ നാമം എന്റെ യേശുവിന്റെ നാമമെന്ന എത്ര പേർക്ക് ഉറച്ച വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തിന്റെ വില, ആ യേശുവിന്റെ രക്തം, അതേ പ്രിയരെ സകലർക്കും ഇന്നൊക്കെ ഡോക്ടർമാർ പറയും എ നെഗറ്റീവ് കൊണ്ടാ, ബി നെഗറ്റീവ് കൊണ്ടാ, എ പോസിറ്റീവ് കൊണ്ടാ, ബി പോസിറ്റീവ് കൊണ്ടാന്ന് ഡോക്ടർമാർ പറയും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന രക്തം അവർ ക്രോസ് മാച്ച് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും, അത് സ്യൂട്ട് ആകുമോ ഇല്ലയോ എന്ന. എന്നിട്ട് പറയും ഇത് ശരിയാകത്തില്ല, ഇത് വേണ്ട എന്ന. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞേ സർവ്വജാതി മതസ്ഥർക്കും ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും യേശുവിന്റെ രക്തം അതേ പ്രിയരെ ക്രോസ് മാച്ച് ഇല്ലാതെ അത് സ്യൂട്ട് ആകുന്ന ഒരു രക്തമാണ് ഇന്ന് പകൽക്കാലം. ആ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് വരുന്ന സകല പ്രതികൂലത്തിൽ നിന്നും ദൈവം നമ്മെ വിടിവിച്ച് ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവേ ആ രക്തത്താലെന്നെ, കർത്താവിന്റെ രക്തത്താലെന്നെ മുദ്രയിടണമേ എന്ന എത്ര പേർക്ക് സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചില സമയങ്ങളിൽ പ്രിയ ദൈവ പൈതലേ ഹല്ലേലൂയ അഗ്നിയുടെ അല്ലെങ്കിൽ തീച്ചുളയുടെ നടുവിലൂടെ നമുക്ക്
ഒക്കെ കടന്നു പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, തീച്ചുളയെ 7 മടങ്ങായി വർദ്ധിപ്പിച്ചിരുന്നാലും എന്റെ കുഞ്ഞെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, നമുക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം യേശുവിന്റെ രക്തം നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ അല്ലെങ്കിൽ പെരുവെള്ളം പോലെ 4 സൈഡിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, നമുക്ക് പ്രതികൂലം കടന്നു വന്നാലും, അല്ലായെങ്കിൽ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയർന്നാലും ഒന്നുകൊണ്ടും അധൈര്യപ്പെടരുത്. കർത്താവിന്റെ രക്തം നമ്മളെ മുദ്രയിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കുഞ്ഞേ, നീ നടക്കത്തില്ല എന്ന് നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ നീ അവിടെ കൊണ്ട് നശിച്ചു പോകത്തേ ഉള്ളൂ. ഇനി നിനക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ല എന്ന് നിന്നെ നോക്കി ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഒന്ന് തിരിഞ്ഞു നില്ല്. എന്നിട്ട് പറ, എന്റെ കർത്താവിന്റെ രക്തത്താൽ എന്നെ കഴുകി മുദ്രയിട്ടിരിക്കുക, എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന്. കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടു പോയോ? സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടു പോയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നീ ഒറ്റപ്പെട്ടു പോയോ? അധൈര്യപ്പെടേണ്ട. യേശുവിന്റെ രക്തം നിന്നെ മുദ്രയിടും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് നിന്റെ അരികിലേക്ക് പറഞ്ഞയക്കുമെന്നേ. എന്നിട്ട് ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കർത്താവ് വാദിക്കും. നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുമെന്നേ. നീ വായത്തിറക്കേണ്ടി വരികയില്ല, നീ അപമാനപ്പെടുകയില്ല. യേശുവിന്റെ നാമനിമിത്തം നീ അപമാനപ്പെടുന്നുവോ? ഹല്ലേലൂയ, നീ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, നിന്നെ ഏത് കഷ്ടത്തിൽ നിന്നും ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഇന്ന് ഞങ്ങൾ കേട്ടതായി ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കും. ഞങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ വിശ്വസിച്ചുറച്ച് ഞങ്ങൾക്ക് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. കേട്ട വചനത്തിനായി സ്തുതിക്കുന്നു. കേട്ടവർക്കായി സ്തോത്രം. ഇനി വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിച്ചും മാനിക്കും. ദൈവപ്രവൃത്തിക്കായി താഴ്ത്തി സമർപ്പിക്കുന്ന ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതിനാൽ കർത്താവ് വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിനാൽ ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ അപ്പ. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആക്ച്വലി നാളെയാണ് എൻ്റെ മെസ്സേജിൻ്റെ ദിവസം. പക്ഷേ നാളെ അസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചത്. പലർക്കും മെസ്സേജ് ഇന്നുണ്ടെന്നുള്ളത് അറിയത്തുമില്ല. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് തന്നെ നമ്മൾ പബ്ലിക്കേഷൻ നമ്മൾ കൊടുത്തത് തന്നെ. അതുകൊണ്ട് പോട്ടെ, ആ സാരമില്ല. എങ്കിലും ഇന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന എല്ലാ എൻ്റെ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പേജിൻ്റെ ഡയറക്ടർ പ്രിയ സാജു ബ്രദറിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. റോസ് ഫാമിലി, എൻ്റെ പ്രെയർ ഗ്രൂപ്പിൻ്റെ, എൻ്റെ പേജിൻ്റെ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അഡ്മിന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ രാത്രി 9 മണിക്ക് ബുധനാഴ്ച ആയിരിക്കും മെസ്സേജ് എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പോട്ടെ, കർത്താവ് നടത്തും എന്ന് ഞാൻ പ്രത്യാശയോടുകൂടി ഞാനായിരിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം നിങ്ങൾക്ക് ആശ്വാസമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ യൂട്യൂബിൽ എൻ്റെ റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന ഒരക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന മറ്റൊരു അക്കൗണ്ടും, അങ്ങനെ 2 യൂട്യൂബ് ചാനൽ സജീവമാണ്. അതിൽ നിങ്ങൾക്ക് ദിനവും ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആശ്വാസപ്രദമായി നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ശുശ്രൂഷയെ മാനിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വചനം കേൾക്കാം. കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരും ഒരുങ്ങി വിശ്വാസത്തിൽ ശക്തമായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.